രാഹുൽ ഗാന്ധി വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചപ്പോൾ കേരളത്തിൽ ആദ്യം വെട്ടിലായത് തൃശൂരിലെ ബി.ജെ.പിയും സുരേഷ് ഗോപിയുമായിരുന്നുവെങ്കിൽ 6 വർഷം മുൻപത്തെ മറ്റൊരു കള്ളവോട്ട് ആരോപണം ഇപ്പോൾ വീണ്ടും ലൈവിലേക്ക് വന്നിരിക്കുകയാണ്. മറ്റാരുമല്ല, ഇപ്പോൾ UDF കൺവീനർ കൂടിയായ അടൂർ പ്രകാശ് MP 2019 തെരഞ്ഞെടുപ്പ് കാലത്ത് ഉന്നയിച്ച ആരോപണമാണ് വീണ്ടും ചർച്ചയാകുന്നത്. അന്ന് CPM നടത്തിയ കള്ളവോട്ട് അന്നു തന്നെ താൻ ചൂണ്ടിക്കാട്ടിയതാണ് എന്നും നടപടിയൊന്നും ഉണ്ടായില്ല എന്നുമാണ് അടൂർ പ്രകാശിന്റെ ആരോപണം. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് പിന്നാലെ ഇക്കാര്യത്തിൽ ആദ്യം സമാനമായ ഒരു പ്രതികരണം നടത്തിയത് അടൂർ പ്രകാശ് MP ആയിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കണം. 2019 CPM-നെതിരായിരുന്നു അടൂർ പ്രകാശിന്റെ ആരോപണത്തിന്റെ കുന്തുമനായെങ്കിൽ 2024 തെരഞ്ഞെടുപ്പായപ്പോൾ അത് BJP-ക്ക് നേർക്കുകൂടി നീളുന്നുണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ CPM-ന്റെ കോട്ടയായ ആറ്റിങ്ങൽ പിടിക്കാനുള്ള ദൗത്യം UDF ഏൽപ്പിച്ചത് അടൂർ പ്രകാശിനെയായിരുന്നു. അപ്രതീക്ഷിതമായിരുന്നു ഈ സ്ഥാനാർത്ഥിത്വം. സത്യത്തിൽ ഇതിൽ ഞെട്ടിയത് CPM മാത്രമായിരുന്നില്ല, സാക്ഷാൽ അടൂർ പ്രകാശ് കൂടിയായിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമെങ്കിലും പാർട്ടി ഏൽപ്പിച്ച ദൗത്യം വിജയകരമായി പൂർത്തിയാക്കേണ്ടത് കടമയാണല്ലോ. അതുകൊണ്ട് തന്നെ ആദ്യം തന്നെ വോട്ടർ പട്ടിക പരിശോധിക്കണം. പാർട്ടിയിലെ IT വിഭാഗത്തിൽ നിന്നുള്ള ഒരു കൂട്ടം ചെറുപ്പക്കാരെ ഈ ദൗത്യം ഏൽപ്പിച്ചു. ഞെട്ടിക്കുന്നതായിരുന്നു കണ്ടെത്തൽ. പട്ടികയിലുള്ളത് 1,14,000 ഇരട്ട വോട്ടുകൾ. CPM-ന്റെ ഒരു അഖിലേന്ത്യാ നേതാവിന്റെ സഹോദരിക്ക് ഡബിൾ അല്ല, ട്രിപ്പിൾ ആയിരുന്നു വോട്ടുകൾ. ഞെട്ടിക്കുന്ന ഈ വിവരം ലോകത്തെ അറിയിക്കണം, ബന്ധപ്പെട്ട അധികാരികളെയും. അടൂർ പ്രകാശ് വാർത്താ സമ്മേളനം നടത്തി. ജനം അവിശ്വസനീയതയോടെ കേട്ട കാര്യം ജില്ലാ കളക്ടർ നിസ്സാരമായി തള്ളിക്കളഞ്ഞു. പ്രകാശ് വിട്ടില്ല. തെളിവ് സഹിതം വിശദീകരിച്ചപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കാര്യം പിടികിട്ടി. വിവരം കളക്ടറെ അറിയിച്ചു. തെരഞ്ഞെടുപ്പ് തൊട്ടടുത്തായതിനാൽ മറ്റൊന്നും ചെയ്യാനായില്ല. എങ്കിലും കള്ളവോട്ട് ചെയ്താൽ നരൻ സിനിമയിലെ മുള്ളംകൊല്ലി വേലായുധൻ പറഞ്ഞതുപോലെ നല്ല പിടയും പിഴയും കിട്ടുമെന്ന് കളക്ടർ പറഞ്ഞതുകൊണ്ടോ എന്തോ ചെയ്യാതെ പോയത് 52,000 കള്ളവോട്ടുകളായിരുന്നു. വർഷം 2019 നിന്ന് സഞ്ചരിച്ച് 2024 കള്ളത്തരത്തിന് മാറ്റം വന്നിട്ടുണ്ടാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് എങ്കിൽ തെറ്റി. അന്നത്തെ 1,14,000-നൊപ്പം ഒരു 50,000 കൂടി ഇക്കുറി കൂടുകയാണ് ചെയ്തത്. ഇക്കുറിയും കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഓരോ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മരിച്ചുപോയവരായ 100, 150, 200 പേരുകളാണ് നീക്കം ചെയ്യപ്പെട്ടത്. ഇത്രയധികം കള്ളവോട്ടുകളും ഇരട്ട വോട്ടുകളും ചേർക്കപ്പെട്ടിട്ട് പോലും 684 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ അടൂർ പ്രകാശ് ജയിച്ചുവെന്നത് മറ്റൊരു വസ്തുത. 2019 കണ്ടെത്തി തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൈമാറിയ ഇരട്ട വോട്ടുകൾ 5 വർഷങ്ങൾക്കിപ്പുറവും ഒഴിവാക്കപ്പെട്ടിട്ടില്ല എന്നത് ഗുരുതരമായ കൃത്യവിലോപം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് കള്ളവോട്ടുകളെല്ലാം കണ്ടെത്തപ്പെടുന്നത് എന്നതിനാൽ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യാനാകില്ല. ഇരട്ട വോട്ടുകൾ നീക്കം ചെയ്യേണ്ടതില്ല എന്ന് രാഷ്ട്രീയം ഉപയോഗിച്ച് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് വാക്കാൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുകൂടി മനസ്സിലാകുന്നുണ്ട്. ആറ്റിങ്ങലിൽ പല നേതാക്കളുടെയും മക്കൾക്കടക്കം കള്ളവോട്ടുണ്ട് എന്നാണ് അടൂർ പ്രകാശിന്റെ വാദം. ഇക്കാര്യം തെളിവ് സഹിതം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചിട്ടും തന്നോട് ഒരു വിശദീകരണം ചോദിക്കാൻ പോലും കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്നാണ് പ്രകാശ് ആരോപിക്കുന്നത്. 2019 2024 കണക്കുകൾ ചൂണ്ടിക്കാട്ടി പലകുറി പ്രകാശ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് മെയിൽ അയച്ചു. എന്നാൽ ഇതുവരെ ഒന്ന് തമ്മിൽ കാണാൻ പോലും സമയം അനുവദിക്കാൻ കമ്മീഷൻ തയ്യാറായിട്ടില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം നിരുത്തരവാദപരമായാണ് കമ്മീഷൻ ഇതിനെ കാണുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി ഇക്കാര്യത്തിൽ അടൂർ പ്രകാശ് ആരോപണം ഉന്നയിച്ച രാഷ്ട്രീയ പാർട്ടി നേതൃത്വം എന്ത് നിലപാടെടുത്തു എന്ന് കാണണം. കൈവശമുള്ളത് 100% കൃത്യമായ ഡാറ്റയാണ് എന്ന് പറയാനാകില്ല എന്ന് സമ്മതിക്കുന്ന LDF വ്യാപക തിരിമറിയെന്ന് അടൂർ പ്രകാശ് പറയുന്നതല്ലാതെ ഒരു തെളിവ് പോലും പുറത്തുവിടാൻ അടൂർ പ്രകാശ് തയ്യാറായിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. BJP ആകട്ടെ, BJP കാഴ്ചവെച്ച മികച്ച പ്രകടനമാണ് പ്രശ്നമെങ്കിൽ അത് മണ്ഡലത്തിലെ രാഷ്ട്രീയത്തിലുണ്ടായ മാറ്റമാണ് എന്നും അട്ടിമറിയല്ല എന്നുമാണ് വിശദീകരിക്കുന്നത്. ഇനി ഇക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിച്ച നിലപാടാണ് രസകരം. 2019 കണ്ടെത്തിയ 1,14,000 വോട്ടും 2024 ചേർത്തുവെന്ന് പറയുന്ന 50,000 വോട്ടുമടക്കം ആകെ 1.5 ലക്ഷത്തിലധികം ഇരട്ട വോട്ടുകളാണ് ഇവിടെയുള്ളത്. ഇവയെല്ലാം നീക്കണമെങ്കിൽ ഫോറം 7 പ്രകാശ് തന്നെ നേരിട്ട് അപേക്ഷ നൽകണമത്രേ. അതായത് 1.5 ലക്ഷം വോട്ട് നീക്കം ചെയ്യാൻ 1.5 ലക്ഷം അപേക്ഷ പ്രകാശ് നൽകണമെന്ന്. എത്രമാത്രം വിചിത്രമാണ് കമ്മീഷൻ നിലപാട് എന്ന് നോക്കൂ. എന്തായാലും
ഇതിനെതിരെ നിയമപരമായി നീങ്ങാൻ അടൂർ പ്രകാശ് തീരുമാനിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സമഗ്രമായ പരിശോധന നടത്തുമെന്നും അടൂർ പ്രകാശ് അറിയിച്ചിട്ടുണ്ട്. വോട്ടർ പട്ടികയിൽ ഇപ്പോഴും ധാരാളം അനർഹർ ഉണ്ട് എന്നാണ് അടൂർ പ്രകാശിന്റെ കണ്ടെത്തൽ. കോടതിയെ സമീപിക്കുന്ന കാര്യത്തിൽ പാർട്ടിയുമായും മുന്നണിയുമായും ആലോചിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തീരുമാനമെടുക്കുമെന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്.